ഒരിക്കൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഒരു കുട്ടി ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രൊഫസർ 2 പ്രോബ്ലംസ് ബോർഡിൽ എഴുതിയിരുന്നു. വീക്കെൻഡിൽ ചെയ്യാനുള്ള അസൈൻമെൻ്റ് ആണെന്ന് കരുതി വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് പരിശ്രമിച്ച് ആ 2 പ്രോബ്ലംസും ആ കുട്ടി സോൾവ് ചെയ്തു. തിങ്കളാഴ്ച ക്ലാസ്സിലേക്ക് വന്ന് പ്രൊഫസറെ കാണിക്കുന്ന സമയത്ത് പ്രൊഫസർ പറഞ്ഞു, ഇതൊരു ഹോംവർക്ക് ആയിരുന്നില്ല, മാത്തമാറ്റിക്സിലെ ഇതുവരെ സോൾവ് ചെയ്യാത്ത 2 പ്രോബ്ലംസ് ഞാൻ ക്ലാസ്സിന് പരിചയപ്പെടുത്തിയതാണ്. ആ കുട്ടിയാണ് പിന്നീട് ലീനിയർ പ്രോഗ്രാമിൻ്റെ പിതാവായി അറിയപ്പെട്ട ജോർജ് ഡാൻസി. അദ്ദേഹത്തിന് അത് സോൾവ് ചെയ്യാൻ കഴിയാനുള്ള ഒരേ ഒരു കാരണം, ഇതിനു മുന്നേ ആരും ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല എന്ന് പ്രൊഫസർ ക്ലാസ്സിൽ പറഞ്ഞത് ആ കുട്ടി കേട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു അപ്രോച്ച് തന്നെയാണ് നമ്മൾ കുട്ടികളുടെ മുന്നിൽ എടുക്കേണ്ടത്. ഒരിക്കലും ഒരു പ്രോബ്ലം ഡിഫിക്കൽട്ട് ആണെന്നോ ആർക്കും സോൾവ് ചെയ്യാൻ കഴിയാത്തതാണെന്നോ എന്ന് പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് മാക്സിമം കോൺഫിഡൻസ് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഏത് ഡിഫിക്കൽട്ട് പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും.